ദേ മധുരയിലെത്തിയിരിക്കുകയാണ്, അതും പാതിരാത്രി. എന്താണ് പ്ലാൻ? ഫസ്റ്റ് നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാം, എന്നിട്ട് നമുക്ക് രാത്രി അവിടെ ഏതൊക്കെ നല്ല അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ടോ അവിടെയെല്ലാം പോവാം. ആദ്യമേ ഞങ്ങൾ എത്തിയത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം മധുരൈ ബട്ടർ ബൺ ഷോപ്പിൽ, അതും സെല്ലൂര. ഒരുപാട് ഹൈപ്പ് കേട്ടിട്ടുള്ള ഈ ഒരു ഷോപ്പിൽ തന്നെ ഈ രാത്രി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബണ്ണൊക്കെ എടുത്തു. നല്ല സൂപ്പർ യമ്മി ആയിട്ടുള്ള ബട്ടറിൽ, ഓ മൈ ഗോഡ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വെർത്ത് ഹൈപ്പ് തന്നെയാണ്, നമുക്ക് ഷുഗർ ക്രേവിംഗ് ഒക്കെ ഉള്ളവർക്ക് മസ്റ്റാണ്. രണ്ടാമത്തെ ഷോപ്പ് ആശീർവാദം വടക്കട. ഇവിടെ എനിക്ക് വെർത്ത് ഹൈപ്പാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്നേ പറയുള്ളൂ. നമുക്കിവിടെ നോർമലി കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും ചട്നിയായിരുന്നു. നോട്ട് ബാഡ്, പക്ഷേ വെർത്ത് ഹൈപ്പല്ല. ആക്ച്വലി അടുത്തതൊരു ഫുഡ് സ്പോട്ടല്ല, നാട്ടിലേക്ക് നമുക്ക് കുറച്ച് സ്വീറ്റ്സും മറ്റും മേടിച്ചുകൊണ്ട് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടുത്തെ തന്നെ ഫേമസ് ആയിട്ട് നെയ്മിഠായി എന്നറിയപ്പെടുന്ന ഒരു കടയിലാണ് വന്ന് ആദ്യം തന്നെ അവിടുത്തെ ഫേമസ് നെയ്മിഠായി കഴിച്ചു. പാൽക്കോവ ട്രൈ ചെയ്തു, എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് വേണ്ട കുറച്ച് സ്വീറ്റ്സും മറ്റും ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. ഞങ്ങൾ വന്നത് മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അവിടെ വെച്ചാണ് ഞങ്ങൾ തേങ്ങയുടെ തണ്ട്, അതായത് തെനൈക്കുത്തെന്ന് തമിഴിൽ അറിയപ്പെടുന്ന ഈ സംഭവം കണ്ടത്. അപ്പോൾ ഇതിന് കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. ടേസ്റ്റ് വൈസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും ഞാൻ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വേറൊരു സംഭവം ട്രൈ ചെയ്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആപ്രിക്കോട്ടിൻ്റെ പായസം. കഴിക്കുമ്പോൾ പരിപ്പ് പായസം പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് ആപ്രിക്കോട്ടിൻ്റെ പായസമായിരുന്നു. അത് അത്യാവശ്യം നല്ല രുചിയുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു പട്ടിക്കുട്ടി എൻ്റെ കാലിൻ്റെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ മുഖം അങ്ങനെ വിളറിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നതാണ് ഏറ്റവും ഫേമസ്, അതും എൻ്റെ ഫേവറേറ്റ് ജിഗർദണ്ഡ. എനിക്ക് എന്താണെങ്കിലും മധുരയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജിഗർദണ്ഡ ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, രാത്രിയാണെങ്കിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെയും സാധനമൊക്കെ കിട്ടി. എനിക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ മതി, കാരണം മധുരമല്ലേ, ഞാൻ കുറേ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങി. പക്ഷെ ഒരു സിപ്പിലൊന്നും നിർത്താൻ പറ്റില്ല. അത്യാവശ്യം മധുരമുണ്ട്, എന്നാൽ നമുക്ക് ഒരു ഓവർ പവറിങ് ആയിട്ട് തോന്നത്തുമില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് ഇന്ത്യൻ ഇടിയപ്പ കോർണർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ വേറൊരു അടിപൊളി ഫേമസ് ഫുഡ് സ്പോട്ടാട്ടോ. അപ്പം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അകത്ത് ചിക്കനും അതേപോലെ തന്നെ കുറേ ഓംലെറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി വേറൊരു സ്പോട്ട്. അവിടെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ ഈ ചിക്കനും ഈ ഓംലെറ്റും അതേപോലെ ഈ ഗ്രേവിയൊക്കെ മിക്സ് ചെയ്യുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓരോരോ സാധനങ്ങളായിട്ട് വന്നു. അവിടെ ഞങ്ങളൊരു അടിപൊളി ഒരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിയുടെ ഇവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ കാര്യവും എന്തൊക്കെയോ കുറേ പറഞ്ഞു. എനിക്ക് പുള്ളി തമിഴ് പറയുന്നതുകൊണ്ട് പകുതി കാര്യങ്ങൾ മനസ്സിലായില്ല. ബാക്കി ഇവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു, കാരണം ഇവർക്കെല്ലാം തമിഴ് നല്ല ഫെമിലിയർ ആണ്. ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ഡിഫിക്കൽട്ടി ഫോർ ദം. അങ്ങനെ ഞാൻ അവിടെ നിന്നും കഴിച്ച് ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ട് വേറെ ഏതുമല്ല, ഒരു റോസ് മിൽക്ക് ഷോപ്പിലാണ് വന്നത്. അവിടെ നിന്ന് അവരുടെ ഫേമസ് റോസ് മിൽക്ക് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും എൻ്റെ വയറ് ഏകദേശം നല്ലൊരു കണ്ടീഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അങ്ങനെ മധുരയിലെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഞാൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്തു. ഇനി വീണ്ടും നെക്സ്റ്റ് ടൈം കൂടുതൽ ഫുഡ് സ്പോട്ടിൽ പോവാം.